ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് സോയാബീൻ റോസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. അപ്പം നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ വേണ്ടത് ഉള്ളി, പച്ചമുളക്, ഇഞ്ചിയാണ്, കറിവേപ്പിലയാണ് കേട്ടോ വേണ്ടത്. പിന്നെ നമുക്ക് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് വേണം. പിന്നെ നമ്മൾ സോയാബീൻ നന്നായി കഴുകിയിട്ട് അതൊന്ന് സ്ക്യൂസ് ചെയ്തിട്ട് വേറെ പാത്രത്തിലാക്കിയിട്ട് അതിൽ കുറച്ച് ഉപ്പും മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് നമുക്കൊരു പാൻ വയ്ക്കാം. പാൻ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് സാധാ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ലേശം ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അങ്ങനെ ഉള്ളി നന്നായിട്ട് വഴണ്ടതിന് ശേഷം നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി വേണ്ടവർക്ക് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്കിത് തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച സോയാബീൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ഒന്നും കൂടെ അടച്ച് വെച്ചിട്ട് വേവിക്കാം. അങ്ങനെ നമ്മൾ തുറന്ന് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ സോയാബീൻ ഏകദേശം ഒന്ന് ആയി വന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടി വെള്ളം വറ്റിച്ചെടുത്താൽ നമ്മളെ അടിപൊളിയായിട്ടുള്ള സോയാബീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശമൊക്കെ വെള്ളം വറ്റിയിട്ട് റോസ്റ്റ് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി സോയാബീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ എല്ലാവർക്കും ബൈ.